നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നോളം നാം അറിയാതെ ഭൂമിക്കടിയിൽ ഒളിച്ചിരുന്ന ഒരു പ്രേതത്തെ കണ്ടിരിക്കുകയാണ് ഗവേഷകർ. ഒമാനിലെ ഭൂമിക്കടിയിലാണ് നമ്മുടെ ഗ്രഹത്തിന്റെ ആകൃതി പോലും മാറ്റത്തക്ക ശക്തിയുള്ള ചൂടുള്ള മൃദുവായ പാറ ഉൾപ്പെടുന്ന ഈ പ്രേതപാളി മറഞ്ഞിരിക്കുന്നത്. ഭൂമിയുടെ കാമ്പിയിൽ നിന്നും സാവധാനത്തിൽ മുകളിലേക്ക് ഈ പാളി ഉയർന്നു വരികയാണ് എന്ന് ഗവേഷകർ പറയുന്നുണ്ട്. ഭൂമിയുടെ അകക്കാമ്പിൽ നിന്ന് ഉയർന്നു വരുന്ന ഈ പാളി അഥവാ പ്ലൂം ഉപരിതലത്തിലെ ഈ അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുടെ ഒന്നും ഭാഗമല്ല. ഭൗമോപരിതലത്തിൽ വിള്ളലുകളോ തകർച്ചയോ ഉണ്ടാക്കുന്നില്ല എങ്കിലും ഭൂമിയുടെ മധ്യഭാഗം വരെയുള്ള താപം, മർദ്ദം, ചലനം എന്നിവയുടെ പരസ്പര പ്രവർത്തനത്തിൽ ഇത് സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഈ പാളിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതും ഇത് സ്ഥിതി ചെയ്യുന്ന കൃത്യമായ സ്ഥലം തിരിച്ചറിയുന്നതും ടെക്ടോണിക് പ്ലേറ്റുകൾ, ജീവന്റെ പരിണാമം, ഭൂമിയുടെ കാന്തിക വലയം എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതൽ കൃത്യമായ നിഗമനങ്ങളിൽ എത്താൻ ഗവേഷകരെ സഹായിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഇങ്ങനെയൊരു പ്ലൂമിന്റെ സാന്നിധ്യം സംബന്ധിച്ച ആദ്യ സൂചന ലഭിച്ചത് ഭൗമചലനത്തെക്കുറിച്ച് സെൻസറുകൾ അടിസ്ഥാനമാക്കി ശേഖരിച്ച ഡാറ്റയിൽ നിന്നാണ്. പ്ലൂമിന്റെ സാധ്യതയുള്ള മേഖലയിലൂടെ കടന്നുപോകുമ്പോൾ തിരമാലകളുടെ വേഗത കുറയുന്നതായി തിരിച്ചറിഞ്ഞു. ഭൂമിക്ക് താഴെ ചൂടുള്ള മൃദുവായ പാറകളുള്ളത് മൂലമാവാം ഇതെന്നാണ് നിഗമനത്തിൽ പറയുന്നത്. ഭൂമിയുടെ കാമ്പിനെയും മാന്റിലിനെയും വേർതിരിക്കുന്ന അതിർത്തിക്ക് സമീപം ഭൗമ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 2890 കിലോമീറ്റർ താഴെ നിന്നുമാണ് ഈ പ്ലൂമ ആരംഭിക്കുന്നത്. ശേഖരിച്ച ഡാറ്റ പ്രകാരം പ്ലൂമിന് ഏകദേശം 200 മുതൽ 300 കിലോമീറ്റർ വരെ വ്യാസവും ചുറ്റുമുള്ള മാന്റിലിനേക്കാൾ 100 മുതൽ 300 ഡിഗ്രി സെൽഷ്യസ് വരെ അധിക ചൂടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഇത് താരതമ്യേന ചെറുതും കേന്ദ്രീകൃതവുമായ ഒരു പാറക്കെട്ടാണ് എന്ന് അനുമാനിക്കാം. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഈ പ്ലൂമ നിലനിൽക്കുന്നുമുണ്ട്. ഏകദേശം 40 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റിന്റെ ചലനത്തെ സ്വാധീനിച്ചതും ഇതേ പ്ലൂം തന്നെയാണെന്നാണ് കരുതുന്നത്. സമാനമായ പാളികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഭൂമിക്കടിയിൽ മറഞ്ഞിരിക്കുന്നുണ്ടാവാമെന്നും ഗവേഷകർ കണക്കുകൂട്ടുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായ പരിണാമങ്ങളെ മനസ്സിലാക്കാൻ ഗവേഷകർ ഉപയോഗിക്കുന്ന മോഡലുകളെയും ഡേറ്റകളെയും സ്വാധീനിക്കുന്ന കണ്ടെത്തലുകളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. മുമ്പ് കണക്കാക്കിയതിനേക്കാൾ കൂടുതൽ ചൂട് ഭൂമിയുടെ കാമ്പിൽ നിന്ന് ചോർന്നൊലിക്കുന്നുണ്ടാകാമെന്നും ഈ കണ്ടെത്തൽ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇതിന്റെ ആഘാതം മനസ്സിലാക്കാൻ കൂടുതൽ പഠനങ്ങൾ ആവശ്യമായി വരുമെന്നും ഗവേഷകർ വിശദീകരിക്കുന്നുണ്ട്. എർത്ത് ആൻഡ് പ്ലാനറ്ററി സയൻസ് ലെറ്റേഴ്സ് ആണ് ഗവേഷണം സംബന്ധിച്ച വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്.